തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG ക്വാർട്ടേഴ്സിൽ നിന്ന് 20 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ശ്രേയ പോളിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയാണ് അനീഷ് ആന്റണി. ബനേഷ്, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ മോഷണം നടക്കുന്നത്. CCTV-യിൽ അതിന്റെ സമയവും എല്ലാം പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിയുന്നത് ഇന്ന് വൈകിട്ടാണ് എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ 3 പേരടങ്ങുന്ന മോഷണ സംഘമാണ് ആ വീട്ടിലേക്ക് കയറിയത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് അറുത്ത് മാറ്റി ശേഷമാണ് 3 പേർ കയറുന്നത്. അത് കൃത്യമായി വീടിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV-യിൽ 3 പേരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 പേരും മുഖം കൃത്യമായി മറച്ചിട്ടുണ്ട്, കയ്യുറകളെല്ലാം ധരിച്ചിട്ടുണ്ട്. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിൽ മോഷണം നടന്നത്. ഈ മോഷണ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ ശനിയാഴ്ച അവരുടെ കുടുംബ വീടായ തൃശ്ശൂർ തന്നെയുള്ള വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിലേക്ക് പോയിരുന്നു. തിരികെ ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം നാളെ ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വൈകിട്ട് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അകത്ത് കയറിയ അലമാര പരിശോധിച്ചപ്പോഴാണ് അലമാരയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 20 പവനോളം സ്വർണം മോഷണം പോയ വിവരം ഇവർ അറിയുന്നത്. ഉടൻ ഇവർ വീടിനകത്തെ CCTV-കൾ പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ നിന്നാണ് ഇതൊരു മോഷണമായിരുന്നു എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായത്. 3 പേരാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലായത്. CCTV ഉൾപ്പെടെ ഇവർ ശേഖരിച്ചു. പക്ഷെ വീടിന് പുറത്ത് CCTV ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും 3 പേരെ ഇത്തരത്തിൽ മോഷണം നടന്നതെന്ന് കാണിച്ച് ഇവർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 20 പവനോളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം 20 ലക്ഷം രൂപയോളം വില വരും. വലിയൊരു മോഷണം തന്നെയാണ് നടന്നത്. എന്തായാലും പോലീസിന് ഇപ്പോൾ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കളെ കുറിച്ച് മറ്റ് തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ആ പ്രദേശത്തേക്ക് ആ സമയത്ത് വന്ന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് മറ്റ് സ്ഥലങ്ങളിലെ ആ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളൊക്കെയുള്ള CCTV-കൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം കയ്യുറ ധരിച്ചിട്ടുണ്ട്, മുഖം മൂടി ധരിച്ചിട്ടുണ്ട്, വീട്ടിൽ ആളില്ല എന്ന് വ്യക്തമായി ഉറപ്പിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു സാധ്യതയെ തള്ളിക്കളയുന്നില്ല. കാരണം ഇവരെ കുറിച്ച് കൃത്യമായി, വീട്ടുകാരെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആരെങ്കിലും ആണോ മോഷണത്തിന് പിന്നിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും CCTV-കളിൽ നിന്നും എന്തായാലും മോഷ്ടാക്കളെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തുമ്പുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. ബനേഷ്, ശരി അനീഷ് ആന്റണി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ശ്രേയ പോളിന്റെ PG ക്വാർട്ടേഴ്സിൽ നിന്ന് 20 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ കാണാം.